ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. മസാല എഗ് പൊടി മാസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ മസാല കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം, ഒരു 1-1.5 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം അധികമായി പോകരുത്. അധികമായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പേസ്റ്റ് ആയി പോകും. നമുക്കൊരു സെമി പേസ്റ്റ് കൺസിസ്റ്റൻസി, അതായത് കുറച്ച് ഡ്രൈയും കുറച്ച് പേസ്റ്റ് ആയിട്ട് ആ ഒരു ഫോമിൽ വേണം ഈ ഒരു മസാല ഇരിക്കാൻ. മസാലയൊക്കെ റെഡി ആയി കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി നമ്മുടെ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ നേരത്തെ തന്നെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന 5 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കുക്കായി വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ സൈഡ്സിൽ നിന്ന് കുക്കായി വരുന്നതനുസരിച്ച് ആ കുക്കാകുന്നതിനെ നടുവിലേക്ക് മാറ്റി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അതും കുക്കാകുന്നതിനനുസരിച്ച് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എത്രത്തോളം സ്ക്രാമ്പിൾ ചെയ്തതിനെ ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. ഇത് ഞാൻ നേരത്തെ ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു എഗ് ബുർജി റെസിപ്പി ആയിട്ടൊരു സാമ്യമുള്ള റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റ് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതിൽ ചേർക്കുന്നതിനെക്കാട്ടി ഇൻഗ്രീഡിയൻസ് കുറവാണ്, എന്നാൽ അതിനേക്കാൾ നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചോറിനോടൊപ്പം ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ എഗ് ഇവിടെ ഒരു 70% ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിൽ സ്ക്രാമ്പിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തതെല്ലാം മിക്സ് ചെയ്ത് ആ എഗ്ഗിനെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആ മസാലയൊക്കെ നമ്മൾ ഈ ഒരു എഗ്ഗിലേക്ക് മിക്സ് ചെയ്ത് അതിനെ വീണ്ടും നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് മാക്സിമം അതിനെ ഞാൻ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല എഗ് പൊടി മാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.